ഹായ് ഹലോ. അങ്ങനെ ഞാനും ഏട്ടനും യുവിയും കൂടെ പുലർച്ചയ്ക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം ഒരു 6:15 അങ്ങനെയായിരുന്നേ ട്രെയിനുണ്ടായിരുന്നത്. പക്ഷേ ട്രെയിൻ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം കാര്യങ്ങളും സ്റ്റേഷനിലുണ്ടായിരുന്നേ. ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് സീറ്റൊക്കെ കിട്ടിയ ട്രെയിനകത്ത് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടെ പോകുന്നത് ഇതുവരെ ഞങ്ങൾ പോകാത്തൊരു സ്ഥലത്തേക്കാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ നാട്ടിലോട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2.5 വർഷമായി. ഇതുവരെ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഓണത്തിന് പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അച്ഛനും സുഖമില്ലാത്തതുകൊണ്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് അങ്കമാലിയിലാണ് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളുണ്ടായിരുന്നേ. ഇലക്ട്രിക് ട്രെയിനാണെന്ന് തോന്നുന്നു. ഇത് അവിടെ നിർത്തിയിട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ചായ കുടിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായയും കുടിച്ചിട്ടാട്ടോ നേരെ ഞങ്ങൾ ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ ഞങ്ങൾ ആലുവയ്ക്കാണ് ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആലുവ ബസ് സ്റ്റാൻഡിൽ വന്നതിന് ശേഷം അവിടെ നിന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ബസ് ഇലക്ട്രിക് ബസ്സായിരുന്നു. AC ഒക്കെ ഉള്ള അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ആ ബസ്സിനുണ്ടായിരുന്നു. ഇത് നേരെ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലാണ് ഡയറക്റ്റ് കൊണ്ടിറക്കുന്നത്. ഞങ്ങൾ പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് അധിക ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല പോയിട്ടുണ്ടായത്. പെട്ടെന്ന് പോയി അന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് വരണമായിരുന്നേ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞമ്മ, അതാണ് അച്ഛൻ്റെ അച്ഛൻ അച്ചായി, ഇത് അച്ഛൻ്റെ അമ്മ. യുവീനെ എടുത്തിരിക്കുന്നതാണ് അച്ഛൻ്റെ അമ്മ. ഇവരാദ്യമായിട്ടാണ് യുവീനെയും ഏട്ടനെയും കാണുന്നത്. അച്ചായിക്ക് എന്നെ ഒന്നും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ സോഡിയൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരും ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനാണ്. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് ഞങ്ങൾ ബസ് കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം മഴ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ഇങ്ങനത്തെ കോലമൊക്കെ കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ ട്രെയിനിൽ കയറി. പക്ഷേ ഞങ്ങൾക്ക് ട്രെയിനിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. കയറിയ പാട് യുവി ഭയങ്കര കരച്ചിലായിരുന്നു. അതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബസ്സിനാട്ടോ വന്നേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാവേ.